ടെക്സാസിലെ ഹിൽ കൺട്രിയിലൂടെ ഒഴുകുന്ന മനോഹരമായ ഒരു നദിയാണ് ഫ്രീയോ. എന്നാൽ ഈ നദിക്ക് പറയാനായി കാലം കാത്തുവച്ചൊരു കഥയുണ്ട്. സ്വന്തം സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ അപമൃത്യുവിനിരയായ മരിയ എന്ന പെൺകുട്ടിയുടെ കഥ. പ്രേതാത്മാവായി ഗതി കിട്ടാതെ അലഞ്ഞു നടക്കാൻ വിധിക്കപ്പെട്ട അവരുടെ ഹൃദയഭേദകമായ കഥ അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 1900ങ്ങളുടെ തുടക്കത്തിൽ ജുമനൈസ് കുടുംബം ഫ്രീയോ നദിയുടെ തീരത്താണ് താമസിച്ചിരുന്നത്. അഭിമാനികളായ മാതാപിതാക്കൾക്ക് 2 സുന്ദരികളായ മക്കളുണ്ടായിരുന്നു. മൂത്ത മകളുടെ പേര് നിർഭാഗ്യവശാൽ കാലം ആ പേര് മറന്നുപോയിരുന്നു. രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേര് മരിയ എന്നായിരുന്നു. സഹോദരിമാർ വളർന്നപ്പോൾ മരിയയുടെ മൂത്ത സഹോദരിയെ ഗ്രിഗോറിയ എന്നൊരാൾ വിവാഹം ചെയ്തു. അവരുടെ സന്തോഷപൂർണമായ ജീവിതം കണ്ടപ്പോൾ അതുപോലെ ജീവിക്കാനാണ് തനിക്കും ആഗ്രഹമെന്നവൾ തന്റെ മൂത്ത സഹോദരിയോട് പറഞ്ഞു. മരിയ തന്റെ സഹോദരിക്കൊപ്പമായിരുന്നു താമസിക്കുന്നത്. അവൾ തന്റെ സഹോദരിയുടെ മക്കളെ സ്വന്തം മക്കളെ പോലെയാണ് പരിപാലിച്ചത്. ഒരിക്കൽ അവൾ കുടുംബത്തോടൊപ്പം അടുത്തുള്ള പ്രദേശം സന്ദർശിക്കുമ്പോൾ അവിടെ വെച്ച് അവൾ അൽസൽമ തോബാർ എന്നൊരു യുവാവിനെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ സ്നേഹത്തിലാവുകയും ചെയ്തു. അൽസൽമോ മരിയെ കാണാൻ വരുമ്പോൾ എല്ലായ്പ്പോഴും കയ്യിലൊരു പൂച്ചെണ്ട് കരുതുമായിരുന്നു. ഇരുവരും തങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുമായിരുന്നു. അൽസൽമയെ കാണാൻ മരിയ എന്ന രാത്രിയിൽ ആരും കാണാതെ ഫ്രീയോ നദിയുടെ തീരത്ത് പോകുമായിരുന്നു. അത് അവരുടെ രഹസ്യ കൂടിക്കാഴ്ചയുടെ സ്ഥലമായിരുന്നു. അൽസൽമയുമായുള്ള തന്റെ വിവാഹം ഉടൻ തന്നെ നടക്കുമെന്ന് അവൾ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ മരിയയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ സഹോദരി ഭർത്താവ് ഗ്രിഗോറിയോ അവളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉള്ളിലൊതുക്കി നടക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും തന്റെ പ്രണയം അവളോട് തുറന്നു പറയാനുള്ള ഒരു അവസരം നോക്കി അയാൾ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് മരിയ ഫ്രീയോ നദിയുടെ തീരത്ത് അൽസൽമയെ കാണാൻ പോയി. എന്നാൽ അവിടെ അവന് പകരം അവളെ കാത്തുനിന്നത് ഗ്രിഗോറിയോ ആയിരുന്നു. അയാളെ അവിടെ കണ്ടവൾ ഞെട്ടിപ്പോയി. അയാൾ അവസരം പാഴാക്കാതെ തന്റെ പ്രണയം അവനോട് തുറന്നു പറഞ്ഞു. പക്ഷെ ഇത് കേട്ട മരിയ അവനെ പരിഹസിക്കുകയും താൻ അൽസൽമയെ സ്നേഹിക്കുന്നുണ്ടെന്നും അവനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. ഇത് കേട്ട് ഗ്രിഗോറിയ ദേഷ്യത്തോടെ മരിയയെ പഴിക്കാൻ തുടങ്ങി. തന്റെ സഹോദരിയുടെ സുരക്ഷയെ കരുതിയവൾ അവിടെ നിന്ന് ഓടി വീട്ടിലേക്ക് പോയി. മരിയ വീട്ടിലെത്തിയപ്പോൾ സംഭവിച്ചതെല്ലാം അൽസൽമയോട് തുറന്നു പറയുമെന്ന പ്രതീക്ഷയിൽ അവന്റെ വരവിനായി അവൾ ക്ഷമയോടെ കാത്തിരുന്നു. രാത്രിയിൽ പുറത്തൊരു ശബ്ദം കേട്ട് മരിയ അൽസൽമയാണെന്ന് കരുതി സന്തോഷത്തോടെ മുൻവാതിലൂടെ ഇറങ്ങി ഓടി. എന്നാൽ അവിടെ ചെന്നപ്പോൾ കയ്യിലൊരു റിവോൾവറുമായി നിൽക്കുന്ന ഗ്രിഗോറിയാണ് അവൾ കണ്ടത്. അയാൾ അവളോട് തന്റെ പ്രണയത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു. എന്നാൽ അപ്പോഴും അവളുടെ മറുപടി പഴയത് തന്നെയായിരുന്നു. ഇത് കേട്ട് കോപാകുലനായ അവൻ മരിയയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചു. എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറെ ആർക്കും ആ ഭാഗ്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അയാൾ വെടിവെച്ചത്. അവളുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം അയാൾ അവിടെ നിന്ന് ഓടിമറഞ്ഞു. മരിയയുടെ കൊലപാതകം മുഴുവൻ പട്ടണവും അറിയാൻ അധിക സമയമെടുത്തില്ല. അവരുടെ മരണവാർത്ത അറിഞ്ഞ സഹോദരി തകർന്നുപോയി. അൽസൽമയാട്ടെ തന്റെ പ്രാണസഖിയുടെ മരണവാർത്ത അറിഞ്ഞ് ഹൃദയം തകർന്ന് നിലവിളിച്ചു. സുന്ദരിമാരായ ജുമൈനെ സഹോദരിമാരിൽ ഒരാളുടെ വിയോഗം നഗരത്തെ ദുഃഖത്തിലാഴ്ത്തി. ഗ്രിഗോറിയാണ് കൊലപാതകി എന്ന സത്യം ഇതുവരെ ആരും അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം പട്ടണത്തിലെ സ്ത്രീകൾ മരിയയുടെ മൃതദേഹം സഹോദരിയുടെ വെളുത്ത വിവാഹ വസ്ത്രം കൊണ്ട് അലങ്കരിക്കുകയും അവളെ ഒരു നവവധുവിനെ പോലെ ശവസംസ്കാരത്തിനായി ഒരുക്കുകയും ചെയ്തു. അവളുടെ സുന്ദരമായ മുടി റിബണുകളും കാട്ടുപൂക്കളും കൊണ്ട് പിന്നിയിട്ടു. ആ മരണത്തിലും അവളുടെ മുഖത്ത് സൗന്ദര്യം ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ജീവസറ്റ അവളുടെ ശരീരത്തെ നോക്കാനാവാതെ എല്ലാവരും തലകുനിച്ചു നിന്നു. കൊലപാതകയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒത്തുകൂടി തിരച്ചിൽ ആരംഭിച്ചു. അവരുടെ കൂട്ടത്തിൽ ചിലർക്ക് നായ്ക്കളും ഉണ്ടായിരുന്നു. ആ നായ്ക്കൾ മണം പിടിച്ച് പട്ടണത്തിന്റെ അരികിലുള്ള ഒരു കളപ്പുരയിലേക്ക് അവരെ കൊണ്ടുപോയി. കളപ്പുരയിലുള്ളത് കൊലപാതകയായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. തിരച്ചിൽ സംഘം ശ്രദ്ധാപൂർവം മുൻവാതിലിലൂടെ അകത്തു കയറി. നായ്ക്കൾ കുരച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് കളപ്പുരയിലെ പുല്ലിന്റെ പിന്നിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വന്നു. അയാളെ മനസ്സിലായപ്പോൾ സംഘത്തിലുണ്ടായിരുന്നവർ ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ല, ഗ്രിഗോറിയോ ആയിരുന്നു. അവന്റെ കാലുകൾ ഭയത്തോടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ കീഴടങ്ങി. താനാണ് മരിയയെ കൊന്നതെന്നും തന്റെ പ്രണയത്തെ നിരസിച്ചതിന്റെ ദേഷ്യത്തിലാണ് അവളെ വെടിവെച്ചതെന്നും അയാൾ ഏറ്റുപറഞ്ഞു. അയാളെ വിചാരണയ്ക്ക് വിധേയനാക്കി. കുറ്റക്കാരനെന്ന് കണ്ടെത്തി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. മരിയയെ ഫ്രീയോ സെമിത്തേരിയിൽ ഒരു അജ്ഞാത ശവക്കുഴിയിൽ അടക്കം ചെയ്തു. അതോടൊപ്പം അവരുടെ സ്വപ്നങ്ങളും മൺമറഞ്ഞു. പിന്നീട് അൽസൽമ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. മരിയയുടെ ജീവിതത്തിലെ ദുഃഖവും ദാരുണമായ അന്ത്യവും അവളുടെ ആത്മാവിനെ അസ്വസ്ഥതയാക്കി. വെളുത്ത വസ്ത്രം ധരിച്ച അവളുടെ പ്രേതാത്മാവിനെ
ഫ്രിയോ താഴ്വരയിൽ കാണാൻ തുടങ്ങി. കുട്ടികളെ ജീവനെ പോലെ സ്നേഹിച്ച മരിയ മരിച്ചിട്ടും ആ താഴ്വരയിലെ കുട്ടികളെ കാണാൻ വരുമായിരുന്നു. കുട്ടികൾ പലരും രാത്രിയിൽ ഉറക്കത്തിൽ തങ്ങളുടെ കട്ടിലിനരികിൽ നിൽക്കുന്നതും കട്ടിലിൽ തങ്ങളെ നോക്കി ഇരിക്കുന്നതുമായ മറിയയുടെ പ്രേതരൂപത്തെ കണ്ടതായി പറയുമായിരുന്നു. ഫ്രിയോ നദിയുടെ തീരത്ത് വെച്ച് പലരും മരിയെ കണ്ടിട്ടുണ്ട്. താഴ്വരയിലെ തണുത്ത മൂടൽമഞ്ഞിനുള്ളിൽ നിന്ന് അവൾ പ്രത്യക്ഷപ്പെട്ടതായി പലരും കണ്ടിട്ടുമുണ്ട്. പക്ഷെ അവൾ ആരെയും ഭയപ്പെടുത്തിയിരുന്നില്ല. മറിച്ച് കാൽ വഴുതി നദിയിൽ വീണ പലരെയും ഒരു സ്ത്രീയുടെ കൈകൾ വന്ന് രക്ഷപ്പെടുത്തിയതായി പലരും അവകാശപ്പെട്ടു. കൂടാതെ ഒരിക്കൽ പാറയിൽ നിന്ന് കാൽ വഴുതി വീഴാൻ പോയ ഒരാളെ ഒരു സ്ത്രീയുടെ കൈവന്ന് അയാളുടെ ഷർട്ടിൽ പിടിച്ചുയർത്തിയതായി പറഞ്ഞു. അവൾ ഒരിക്കലും രക്തദാഹിയ ഒരു പ്രേതമായിരുന്നില്ല. മറിച്ച് മരിച്ചിട്ടും തന്റെ മനസ്സിലെ നന്മ കാത്തു സൂക്ഷിച്ച നന്മയുള്ള ഒരു പ്രേതാത്മാവായിരുന്നു. ഫ്രിയോ നദിക്കരയിൽ തന്റെ പ്രിയപ്പെട്ട അൻസമ്മയെ തിരക്കുന്ന മറിയയുടെ മൂടൽമഞ്ഞ് പോലെയുള്ള പ്രേതാത്മാവിനെ കണ്ടിട്ടുണ്ടെന്ന് വാദിക്കുന്ന സന്ദർശകരും നാട്ടുകാരും ധാരാളമുണ്ട്. ഇന്നും അവൾ തന്റെ തകർന്നിടിഞ്ഞ സ്വപ്നങ്ങൾ മനസ്സിലേറ്റി ഫ്രിയോ നദിക്കരയിൽ അലയുന്നുണ്ടാവാം.